ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ റോമർക്കെഴുതിയ ലേഖനം 6:23 വായിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ആദമും ഹൗവയും അനുസരണക്കേട് കാണിക്കുകയും അനുസരിക്കാത്തതിൻ്റെ പേരിൽ പാപത്തിനുള്ള ശിക്ഷ മരണമാണെന്ന് ദൈവം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ശാരീരിക മരണം മാത്രമല്ല പാപമുഖാന്തരം സംഭവിക്കുന്നത്, പിന്നെയോ അത് ആത്മീയ മരണത്തിന് കാരണമാകുന്നു. പാപപ്രവൃത്തിക്ക് ലഭിക്കുന്ന വേദന മരണമാണെന്ന് നാം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അതായത് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായ ക്രൂശിൽ യാഗമായത് മുഖാന്തരം അവനിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നിത്യജീവൻ ദൈവം വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ പാപം നമുക്ക് വീട്ടുവാൻ കഴിയാത്ത കടം വരുത്തി വയ്ക്കുന്നു എന്ന് മാത്രമല്ല, ഒരു സൽപ്രവൃത്തികളാലും നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് മോചിതരാകുവാൻ കഴിയുകയില്ല. ചുരുക്കത്തിൽ നിത്യജീവൻ നമ്മുടെ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമല്ല, മറിച്ച് തികച്ചും സൗജന്യവും അർഹതയില്ലാത്തതുമായ ദാനമാണ്. പാപത്തിൻ്റെ ആത്യന്തികമായ പ്രതിഫലം എന്നേക്കും ദൈവത്തിൽ നിന്നുള്ള വേർപിരിയലാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ് രക്ഷയും നിത്യജീവനും. ഫിലിപ്പിയയിലെ കാരാഗ്രഹ പ്രമാണി പൗലോസിനോടും ശീലാസിനോടും ചോദിക്കുന്ന ചോദ്യം, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്നാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തി മനസ്സിലാക്കുക, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഇതുവരെയും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത സഹോദര സഹോദരി, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നുള്ള വിടുതലിനും രക്ഷയ്ക്കും നിത്യജീവനുമായി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള സമയമാണിത്. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.